അപ്പോൾ നമ്മുടെ മുട്ടക്കറി ശരിയായിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ 3 ടിപ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി. അപ്പോൾ ഞാൻ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. സവാള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഞാൻ ദോശയാണ് അപ്പുറത്ത് ചുടുന്നത്. ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 സവാള എടുത്ത് അരിഞ്ഞ് വെച്ചതിന് ശേഷം 2 തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. തക്കാളി നമുക്ക് എങ്ങനെ ചെയ്ത് വട്ടത്തിലോ നീളത്തിലോ ഏത് ഷേപ്പ് വേണമെങ്കിലും അരിയാം. അതിൻ്റെ കൂടെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് നമ്മുടെ വറ്റൽമുളകിട്ട് അത് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ച സവാളയും കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റണം. വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഈ കൈവിടാതെ വഴറ്റിക്കൊണ്ടിരിക്കണം. വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പുകൂടി ഇട്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലേ നമ്മളുടെ 3 ടിപ്സ് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മളുടെ താണ്ട് ഈ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറി നല്ലതുപോലെ ഒന്ന് വാടി വരണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്തിരി സോഡാപ്പൊടി, ഒരു നുള്ള് സോഡാപ്പൊടി ഈ വഴണ്ട് വരുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളേ പാടുള്ളൂ, കൂടുതലൊന്നും പാടില്ല. ഒരു പിഞ്ച് സോഡാപ്പൊടി മാത്രം ഇതിനകത്തിട്ടിട്ട് നല്ലതുപോലെ വഴറ്റുക. അതും വഴറ്റി വെച്ചതിന് ശേഷം അതങ്ങോട്ട് വിടുന്ന ഉടനെ അതങ്ങ് നല്ല ഒരു ക്രീമി ടെക്സ്ചർ പോലെ അതങ്ങ് വഴണ്ട് വരുവങ്ങ്. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു 5-6 മുട്ട അങ്ങോട്ട് പുഴുങ്ങാൻ വെക്കാം. ഞാൻ കുക്കറിലാണ് കേട്ടോ മുട്ട പുഴുങ്ങുന്നത്. ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഒരു ഫിസിൽ അടിച്ചതിന് ശേഷം 2ാമത്തെ ഫിസിൽ വരുന്നതിന് മുമ്പ് ഞാൻ വാങ്ങും മുട്ട പുഴുങ്ങുന്നത്. കണ്ടോ, ആ സോഡാപ്പൊടി ആ ഉപ്പൂടി ഇട്ടപ്പോൾ അതിൻ്റെ ആ ടെക്സ്ചർ അങ്ങ് മാറിയത് കണ്ടോ. പിന്നെ ദാണ്ടെ ഒരു അരക്കരണ്ടി മുളക് പൊടി, 1 കരണ്ടി മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് ആ ജാറിനകത്ത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, ആ കൂട്ടിൻ്റെ 1/4 ഭാഗത്തോളം ഈ ജാറിനകത്തോട്ട് എടുക്കണം. 1/4 ഭാഗത്തോളം വേണം. ഒരു 1/4 ഭാഗം മാത്രം ആ ചട്ടിയിൽ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങ് അരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ 2ാമത്തെ ടിപ്സ്. അപ്പോൾ 1ാമത്തെ ടിപ്സ് ഒരു പിഞ്ച് സോഡാപ്പൊടി, 2ാമത്തെ ടിപ്സ് ഈ കൂട്ട് അരച്ചെടുക്കുക. ഇതാണ് 2ാമത്തെ ടിപ്സ്. ഇനി ഒരു ടിപ്സ്, ആ ടിപ്സ് കൂടെ ചേരുമ്പോഴേ ഇത് ഫുള്ള് ഫിനിഷ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അത് അരച്ചെടുത്ത കൂട്ട് നമ്മുടെ ബാക്കിയുള്ള മസാലയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ആ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ കറി ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. മുട്ടയും പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നല്ല ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാല അങ്ങോട്ട് കുറച്ചൊരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ നല്ല സൂപ്പർ കറിയാണ്. പിന്നെ ഇതിനകത്തോട്ട് ആ മുട്ട അങ്ങോട്ട് വരഞ്ഞിടണേ. മുട്ട വരഞ്ഞിട്ടാൽ മാത്രമേ ആ ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. മുട്ടയും കൂടെ വരഞ്ഞിട്ടതിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. 3ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്, നമ്മുടെ ഈ മുട്ടയുണ്ടല്ലോ, മുട്ടയുടെ അകത്തെ മഞ്ഞ കരു അങ്ങോട്ട് എടുത്തതിന് ശേഷം ഒരു സ്പൂണിനകത്തോട്ട് വെച്ച് ഉടച്ചതിന് ശേഷം അത് നമ്മുടെ ഈ കറിക്കകത്തോട്ട് അങ്ങ് ചേർക്കുക. അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊരു മുട്ടക്കറി തന്നെ കിട്ടും. ആ ടേസ്റ്റേ മാറും, മുട്ടക്കറിയുടെ വേറൊരു ലെവലാവും. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടെ. ഞാൻ ദോശയുടെ കൂടെയാണ് മുട്ടക്കറി കഴിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.